എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഓണം സ്പെഷ്യൽ റെസിപ്പി മത്തങ്ങ വൻപയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ 300 ഗ്രാം മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വൻപയർ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ഒത്തിരി നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് തേങ്ങ വേണം. തേങ്ങ ഞാൻ 1/4 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആദ്യം നമ്മളൊന്ന് ഇതിൻ്റെ പകുതി മിക്സിയിലിട്ടായിരിക്കും, ബാക്കി പകുതി നമ്മൾ എണ്ണയിൽ ഒന്ന് വറുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് 5 ചുവന്നുള്ളി ഉണ്ട്, 4 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പിലയുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വൻപയർ കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഈ കുതിർത്ത് വച്ചിരിക്കുന്ന വെള്ളം തന്നെയാണ് കുക്കറിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അത് വൻപയർ കഴുകി കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. അതിന് ശേഷം നിങ്ങൾ കഴുകരുത്, കാരണം കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സത്തും എല്ലാം പോകും. അപ്പം നമുക്ക് വൻപയർ ആദ്യം കുക്കറിലിട്ട് വേവിക്കാം. വൻപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ വേണം. അതുപോലെ നമ്മളിപ്പം മിക്സിയിൽ അരയ്ക്കുമ്പം കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കണം. അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിടുമ്പോൾ കുറച്ച് തേങ്ങ മതി. അപ്പം ഞാനൊരു 1/2 മുറി തേങ്ങയോളം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലോട്ട് നല്ല ജീരകം 1/2 ടീസ്പൂണോളം ഇടുവാണ്. നല്ല ജീരകം ഇടാവുള്ളൂ, പെരുംജീരകം ഇടരുത്. ഇതാണ് നല്ല ജീരകം. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ട് അരയ്ക്കേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അതായത് ചെറിയ തരിയോടെ വേണം ഇതെടുക്കാൻ. വെള്ളം ഇട്ട് അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഞാനിത് അരച്ച് വരുമ്പം കാണിക്കാം. ജസ്റ്റ് ഞാനൊന്ന് ഒതുക്കിയതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുക്കറിൻ്റെ സൗണ്ട് ഇച്ചിരി പ്രശ്നമാണെങ്കിൽ സോറി, ക്ഷമിക്കണം. ഇപ്പോഴേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളിയാണ് എരിശ്ശേരി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കതിലോട്ട് ആദ്യം മത്തങ്ങ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ദേഹത്ത് വീഴാതെ ഒഴിക്കണം. നമുക്കിത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം മത്തങ്ങയിൽ നിന്ന് വെള്ളം വരും. മത്തങ്ങ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. പിന്നെ ഇത് അടച്ച് വെക്കാം. ഈ മത്തങ്ങ വെന്ത് ഉടഞ്ഞണം. പയർ മത്തങ്ങയും കൂടെ മിക്സ് ആകണം. ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി. വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് എരിശ്ശേരി. ഓണസദ്യയിൽ മത്തങ്ങ വൻപയർ എരിശ്ശേരി. ഇവിടെ മൂടിയൊക്കെ മാറ്റി മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങ നന്നായിട്ട് വെന്ത് ഇതുമായിട്ട് ഉടച്ചെടുക്കണം. അങ്ങനെ മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ കറി ഒത്തിരി ഗ്രേവി അല്ല, ഒരു തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത്, ചാറ് പോലെയല്ല. ഈ മിക്സിയിൽ ബാക്കി വന്ന അരപ്പിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പൊന്ന് വേവട്ടെ. ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. തീ മീഡിയം തീയിലിടുക.
അപ്പം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം, ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കമൻറ്റ് ബോക്സിൽ പിക്ചേഴ്സൊക്കെ ഇടുകയും അഭിപ്രായം പറയുകയും ചെയ്യണം. ഇപ്പോൾ 5 മിനിറ്റായി നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ ഇതിലോട്ട് എണ്ണ ഫ്രൈ ചെയ്ത് ഇടാം. ഇനി അടുത്ത ഒരു പാനിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഒഴിച്ചിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുവാണ്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം. കറിവേപ്പില എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ആകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യണം. മീഡിയം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യരുത്. ഇതാണ് എരിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഭാഗം. ഇതാണ് ഇതിനകത്തുനിന്ന് തേങ്ങ വറുത്തെടുക്കുന്നതാണ് വളരെ നല്ല ടേസ്റ്റ് എരിശ്ശേരിക്ക്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാവരും ചെയ്യാൻ ഇച്ചിരി മടിയുള്ളതാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. ഈ എരിശ്ശേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. തേങ്ങ വറുത്തെടുത്ത് ഇതിലോട്ടിടുന്നത്. അപ്പോഴാണ് എരിശ്ശേരിക്ക് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. തന്നെ നല്ല മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതേപോലെ തന്നെ മത്തങ്ങയുടെ പകുതി നിങ്ങൾ വൻപയർ എടുത്താൽ മതി. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 5 മിനിറ്റ് മൂടി വെക്കുവാണ്. ആ വെളിച്ചെണ്ണയൊക്കെ യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നിങ്ങൾ കറി വിളമ്പുന്ന സമയത്ത് ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇളക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ രുചികരമായിട്ടുള്ള ഓണസദ്യ സ്പെഷ്യൽ മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും. അപ്പം ഷെയർ ചെയ്യാൻ മറക്കല്ല് കേട്ടോ. താങ്ക് യു.